الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മനഅകി അൻ തഹുജ്ജി മഅന, നിനക്ക് ഞങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാനുള്ള തടസ്സം എന്താണ് എന്നുള്ളത്. ആ സ്ത്രീ മറുപടി പറയുകയാണ്, ലം യകുൻ ലനാ ഇല്ലാ നാദിഹാനി, ഞങ്ങൾക്ക് വെള്ളം ചുമക്കുന്ന 2 ഒട്ടകങ്ങളാണ് ഉള്ളത്. അതിലൊന്നിൽ എൻ്റെ മകനും അവൻ്റെ പിതാവും ഹജ്ജിന് പോയി, മറ്റേതിന് വെള്ളമെടുക്കാനായി ഞങ്ങൾക്ക് വിട്ടയച്ചു. അപ്പോൾ നബി പറയുകയാണ്, റമളാൻ മുന്നെത്തിയാൽ നീ ഉംറ ചെയ്യുക, നിശ്ചയം റമളാനിലെ ഉംറ ഹജ്ജിന് തുല്യമാകുന്നു. റമളാനിൽ വിശ്വാസിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മഹത്തായ, ഏറ്റവും പ്രതിഫലം അർഹിക്കാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ് ഉംറ ചെയ്യുക എന്നുള്ളത്. ഹജ്ജിന് പോകാൻ പണമില്ലാതെ എന്നാൽ ഉംറക്കുള്ള സമ്പത്തും കഴിവും ഉള്ളവർ റമദാനിൽ അതിനായി തയ്യാറെടുത്താൽ അവർക്ക് അതുവഴി ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് ഈ ഹദീസിൻ്റെ വിവക്ഷ എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅദിൽ ഹജ്ജത്തിന് മഅി, റമദാനിലെ ഉംറ എൻ്റെ കൂടെയുള്ള ഹജ്ജിന് തുല്യമാണെന്നുള്ളത്. അഥവാ റമദാൻ മാസത്തിൽ ഉംറ ചെയ്താൽ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന്. കഴിവുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഓരോ ദിവസവും ഈ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല നിലക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് നിയ്യത്ത് റെഡിയാക്കുക എന്നുള്ളത്. നല്ല നിയ്യത്ത് കൊണ്ട് നേടാനാവാത്ത ഒരു പുണ്യങ്ങളുമില്ല, ഒരു പ്രവർത്തനങ്ങളുമില്ല. സമ്പത്തുള്ള ധാരാളം പേർ ഹജ്ജ് നിർവഹിക്കുമ്പോൾ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും അവരോടൊപ്പം ഹജ്ജ് ചെയ്യാമല്ലോ എന്ന് നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചാൽ ആ ഉദ്ദേശശുദ്ധി അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിൻ്റെ പ്രതിഫലം നൽകുന്നതാണ്. രണ്ടാമതായി ഇശ്റാഖ് നമസ്കാരം എന്നുള്ളത്. ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും സൂര്യോദയം വരെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ അവിടെ തന്നെ ഇരിക്കുകയും ശേഷം 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവനൊരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട്, അല്ല പരിപൂർണമായ പ്രതിഫലം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ പറഞ്ഞു എന്നുള്ളതാണ്. ഈ ഇശ്റാഖ് നമസ്കാരം ദുഹ നമസ്കാരമെല്ലാം രണ്ടും ഏകദേശം ഒരു നമസ്കാരം തന്നെയാണ്. എന്നാൽ ഇശ്റാഖ് നമസ്കരിച്ചവന് ദുഹ വേണമെങ്കിൽ വീണ്ടും നമസ്കരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമതായി അറിവന്വേഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത്. അബൂ ഉമാമ അൽ ബാഹിലി റഹിമഹുല്ലാ അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, ആരെങ്കിലും അറിവ് പഠിക്കണം എന്നോ പഠിപ്പിക്കണം എന്നോ ഉള്ള ഉദ്ദേശം മാത്രം വെച്ച് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അവന് പരിപൂർണമായ ഹജ്ജിൻ്റെ കൂലിയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ എത്ര പള്ളികളിൽ നല്ല ക്ലാസ്സുകൾ നടക്കുന്നു, നാം അതിൽ പങ്കെടുക്കാറുണ്ടോ? അതുപോലെ ഈ കൂലി ലഭിക്കാനായി നമ്മുടെ പള്ളികളിൽ ഇങ്ങനെയുള്ള ഇൽമിയായ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം വലിയ അധ്വാനങ്ങളില്ലാതെ നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. അതുപോലെ വമ്പിച്ച പ്രതിഫലമാണ്
ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നാലാമതായി ഫർദ് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് പള്ളിയിലേക്ക് പോവുക എന്നുള്ളത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് ശുദ്ധിയുള്ള അവസ്ഥയിൽ ഫർദ് നിസ്കരിക്കാൻ പുറപ്പെട്ടാൽ അവനുള്ള കൂലി ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്തവൻ്റെ കൂലിയാണ്. ഇനിയൊരാൾ ദുഹാ നമസ്കാരം ഉദ്ദേശിച്ചാണ് പുറപ്പെട്ടതെങ്കിൽ അവന് ഉംറ ചെയ്തവൻ്റെ കൂലിയാണ് ലഭിക്കുക. അതായത് ഫർദ് നമസ്കാരത്തിന് ഹജ്ജിൻ്റെ കൂലിയും സുന്നത്ത് നമസ്കാരത്തിന് ഉംറയുടെ കൂലിയും ലഭിക്കുമെന്നാണ് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കുക. അതുപോലെ ആരെങ്കിലും ജമാഅത്തായ ഫർദ് നമസ്കാരത്തിനായി നടന്നു പോയാൽ അതൊരു ഹജ്ജിന് തുല്യമാകുമെന്നാണ്. ഇനി ആരെങ്കിലും സുന്നത്തിനായി നടന്നു പോവുകയാണെങ്കിൽ അത് ഒരു ഉംറയുമായി തുല്യമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചെറിയ ശ്രദ്ധ നൽകിയ ഒരു ദിവസം 5 ഹജ്ജിൻ്റെ കൂലി വാങ്ങാൻ നമുക്ക് സാധിക്കുന്നതാണ്. നാം ഒരുക്കമാണോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള ഏക കാര്യം എന്നുള്ളത്. അഞ്ചാമതായി നിസ്കാര ശേഷമുള്ള ദിക്റുകൾ. ഒരിക്കൽ ദരിദ്രയായ സ്വഹാബികൻ നബിയുടെ അടുത്ത് വന്നുകൊണ്ട് തങ്ങളുടെ വിഷമങ്ങൾ പറയുകയാണ്. സമ്പത്തുള്ള ആളുകൾ സ്ഥിരവും ഉന്നതവുമായ അനുഗ്രഹങ്ങളും പദവികളുമായി അവർ മുന്നേറുകയാണ്. അവർ ഞങ്ങൾ നമസ്കരിക്കുകയും ഞങ്ങൾ നോമ്പെടുക്കും പോലെ അവർ നോമ്പെടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അവർക്ക് സമ്പത്തിൻ്റെ മേന്മയുണ്ട്. അവർ അതുകൊണ്ട് ഹജ്ജും ഉംറയും ജിഹാദും ദാനധർമ്മങ്ങളുമെല്ലാം നിർവഹിക്കുന്നു. പക്ഷെ ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയാണ്, തുസബ്ബിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം, വതഹ്മദൂൻ, അള്ളാഹുവിനെ ഹംദ് ചെയ്യണം, വതുകബ്ബിറൂൻ, അള്ളാഹുവിനെ തക്ബീർ ചൊല്ലണം, ഖൽഫ കുല്ലി സലാത്തിൻ 33, എല്ലാ നമസ്കാരത്തിന് ശേഷം 33 തവണ എന്നുള്ളത്. ഇവ ചൊല്ലിയാൽ പണമുള്ളവർ ഹജ്ജ് ചെയ്ത് പോലെ അടക്കം കൂലി ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആറാമതായി ഹജ്ജിന് പോകാൻ സഹായിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഹജ്ജിനായി ഒരുക്കുകയോ യുദ്ധത്തിനായി ഒരുക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുകയോ നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുകയോ ചെയ്താൽ ചെയ്തവനിൽ നിന്ന് ഒന്നും കുറയാതെ അതേ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഈ ചെറിയ ശ്രദ്ധയും താല്പര്യമുണ്ടെങ്കിൽ ഓരോരുത്തർക്കും നേടിയെടുക്കാനുള്ള പ്രതിഫലങ്ങളെല്ലാം അത് നിശ്ചയിക്കാനാവാത്ത അത്രയും അധികമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതിനാൽ ഇങ്ങനെയുള്ള ഓരോ ചെറിയ കർമ്മങ്ങളും നാം വളരെ കൃത്യമായിക്കൊണ്ട് പ്രാധാന്യത്തോടെ അതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഉറച്ച നിയത്തിന് വേണ്ടിയും നല്ല രീതിയിൽ തൗഫീഖ് ലഭിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും നാം പതിവാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, യഥാർത്ഥ ദീനീ സ്നേഹികളിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.